വിജയ് ചിത്രം ജനനായകന്റെ റിലീസ് വൈകും. പ്രദർശനാനുമതി നൽകിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. ആവശ്യമായ സമയം ലഭിച്ചില്ലെന്ന സെൻസർ ബോർഡിന്റെ ആവശ്യം ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചു. സെൻസർ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ എങ്ങനെ റിലീസ് തീരുമാനിച്ചെന്നും കോടതി നിർമ്മാതാക്കളോട് ചോദിച്ചു. ഹർജിയിൽ ജനുവരി 21 വീണ്ടും വാദം കേൾക്കും. വിഷ്ണു VS ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. വിഷ്ണു, ഇന്ന് രാവിലെ അനുകൂലമായ ഒരു വിധിയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. വീണ്ടും തിരിച്ചടി. ഇന്ന് റിലീസ് തീരുമാനിച്ച ചിത്രം അന്തിമമായി നീളുകയാണ്. എന്താണ് ഇപ്പോൾ ഒടുവിൽ കോടതിയിൽ സംഭവിച്ചത്? വിജയ് ചിത്രം ജനനായകനാണ് വീണ്ടും പ്രതിസന്ധിയിലായിരിക്കുന്നത്. രാവിലെ മദ്രാസ് സിംഗിൾ ബെഞ്ച് നൽകിയ അനുമതിയാണ് ഡിവിഷൻ ബെഞ്ച് തടഞ്ഞത്. സിനിമയ്ക്ക് സ്റ്റേ ഉണ്ടായിരിക്കുന്നു. സിനിമ പ്രേക്ഷകരിലേക്ക് എത്തുവാൻ വൈകുമെന്ന വാർത്തയാണ് അവസാനമായും നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സെൻസർ ബോർഡ് അനുമതി നൽകുന്നില്ല എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് നിർമ്മാതാക്കൾ കോടതിയെ സമീപിച്ചത്. രാവിലെ കോടതി അനുകൂലമായുള്ള വിധിയാണ് നൽകിയത്. രാവിലെ 10 മണിയോടുകൂടി വിധി പ്രസ്താവിച്ച കോടതി പലതവണ സെൻസർ ബോർഡിനെ വിമർശിക്കുന്ന ഉൾപ്പെടെ സാഹചര്യം ഉണ്ടായി. എന്തിനാണ് റിവൈസിംഗ് കമ്മിറ്റിക്ക് ഉൾപ്പെടെ ഈ സിനിമ കൈമാറിയത്? അനുമതി നൽകുന്ന തരത്തിലുള്ള അനുകൂലമായ നിലപാടാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ സെൻസർ ബോർഡ് അപ്പീലിന് പോയതോടെ അനുമതി നിഷേധിക്കുകയായിരുന്നു. സിംഗിൾ ബെഞ്ച് നൽകിയ അനുമതിയാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് തടഞ്ഞിരിക്കുന്നത്. 21-ാം തീയതി വീണ്ടും വാദം കേൾക്കും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല നിർമ്മാതാക്കൾ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും പറയുന്നുണ്ട്. ഏതായാലും ജനനായകന്റെ പ്രദർശനമാണ് ഇപ്പോൾ കോടതി തടഞ്ഞിരിക്കുന്നത്. അതായത് വിഷ്ണു, അനന്തമായി ഈ ചിത്രത്തിന്റെ റിലീസിങ്ങിനെ നീളുകയാണ്. തുടക്കത്തിൽ തന്നെ 50 കോടിയുടെ ചിത്രം, അത് വലിയൊരു നഷ്ടത്തിലേക്ക് പോകുമെന്നുള്ള ആശങ്ക നിർമ്മാതാക്കൾക്കുണ്ട്. അതുകൊണ്ട് നിർമ്മാതാക്കളുടെ അടുത്ത നീക്കം എന്താകാനാണ് സാധ്യത? മതവികാരം വ്രണപ്പെടുത്തുന്നു, അതുപോലെ സായുധ സേനാംഗങ്ങളെ അപമാനിക്കുന്നു തുടങ്ങിയ പലതരത്തിലുള്ള കാരണങ്ങൾ നിരത്തിയാണ് സെൻസർ ബോർഡ് ഇതിനുള്ള അനുമതി നിഷേധിച്ചിരുന്നത്. 10ഓളം കട്ടുകൾ ആദ്യം തന്നെ സെൻസർ ബോർഡ് പറഞ്ഞിരുന്നു. അതെല്ലാം ക്രമീകരിച്ച് സെൻസർ ബോർഡിന് സമർപ്പിച്ചെങ്കിൽ അത് റിവൈസിംഗ് കമ്മിറ്റിക്ക് വിടുന്നു. റിവൈസിംഗ് കമ്മിറ്റി അനുമതി നൽകാതെ തുടരുന്ന സാഹചര്യത്തിൽ കോടതിയൊക്കെ സമീപിച്ചു. പലതരത്തിലുള്ള രാഷ്ട്രീയവാദം ഉൾപ്പെടെ ഇതിൻ്റെ പുറകെ കടന്നു വന്നെങ്കിലും ഇന്ന് രാവിലെ കോടതി സിംഗിൾ ബെഞ്ച് മദ്രാസ് കോടതി സിംഗിൾ ബെഞ്ച് കേസ് പരിഗണിച്ചപ്പോൾ നിർമ്മാതാക്കൾക്ക് അനുകൂലമായാണ് കോടതി പല കാര്യങ്ങൾ പ്രസ്താവിച്ചത്. അനുമതി നൽകാമെന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഇതുപോലെ റിവൈസിംഗ് കമ്മിറ്റിക്ക് ഉൾപ്പെടെ മാറ്റിവെച്ചതെന്നുള്ള ചോദ്യം ഉൾപ്പെടെ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. തുടർന്ന് സെൻസർ ബോർഡ് കോടതി അപ്പീൽ പോകുന്നു. അങ്ങനെയാണ് ഡിവിഷൻ ബെഞ്ച് ഇതിനെ തടയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ ഉൾപ്പെടെ സിനിമാ പ്രേക്ഷകരുടെ ഇടയിലും അണിയറ പ്രവർത്തകരുടെ ഒക്കെ ഇടയിലുണ്ട്. വിജയുടെ രാഷ്ട്രീയ പ്രവേശനം ഉൾപ്പെടെ ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. മാത്രമല്ല സുപ്രീം കോടതിയെ വീണ്ടും സമീപിക്കാനാണ് നിർമ്മാതാക്കളുടെ തീരുമാനം. പലതരത്തിലുള്ള ആരോപണങ്ങളാണ്. കാരണം വിജയ് കേന്ദ്ര സർക്കാരിനെ ഉൾപ്പെടെ തമിഴ്നാട് സർക്കാരിനെയൊക്കെ ഉൾപ്പെടെ വിമർശിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമൊക്കെ ഉണ്ടായി. ഇതൊക്കെയാണോ വിജയുടെ സിനിമ തടയാനുള്ള കാരണമെന്നുള്ള ചോദ്യങ്ങളും പല ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. ഏതായാലും സുപ്രീം കോടതിയെ സമീപിക്കുമ്പോൾ ഏത് തരത്തിലായിരിക്കും കോടതി ആ കേസ് പരിഗണിക്കുക എന്നുള്ള കാര്യം നമ്മളിനി കാത്തിരിക്കണം. ഏതായാലും പൊങ്കൽ ഉത്സവത്തിന് ശേഷം മാത്രമേ ഈ കേസ് കോടതി പരിഗണിക്കുകയുള്ളൂ. അതുകൊണ്ട് പൊങ്കലിന് വേണ്ടിയായിരുന്നു ഈ പൊങ്കൽ ഉത്സവത്തോടനുബന്ധിച്ചായിരുന്നു ഈ സിനിമ പ്രദർശിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഇന്നായിരുന്നു ആദ്യം തീരുമാനിച്ചത്. പിന്നീട് കോടതി ഇന്ന് വിധി പറയുന്ന സാഹചര്യത്തിൽ പിന്നീട് ഡേറ്റ് മാറ്റി പിന്നീട് പൊങ്കൽ ദിവസത്തോടനുബന്ധിച്ച് പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചു. അതാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിന് പ്രകാരം മാറ്റിവെക്കേണ്ട സാഹചര്യം ഉണ്ടായത്. കൂടുതൽ സമയങ്ങൾ പരിശോധിക്കാൻ കൂടുതൽ സമയം നൽകിയില്ല എന്ന സെൻസർ ബോർഡിൻ്റെ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. മതവികാരം വ്രണപ്പെടുത്തുന്നതുപോലെ സായുധ സേനാംഗങ്ങളെ അപമാനിക്കുന്ന തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ സെൻസർ ബോർഡ് വീണ്ടും അവതരിപ്പിച്ചു. ഇതെല്ലാം ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുന്നു. ഇങ്ങനെ വീണ്ടും സിനിമ പ്രതിസന്ധിയിലേക്ക് പോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ശരി വിഷ്ണു, ഏതായാലും വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ മതവികാരം വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഇതിലുണ്ട് അടക്കമുള്ള നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് റിലീസ് ഇങ്ങനെ വൈകുന്നത്. വിജയുടെ അവസാന ചിത്രമായിരുന്നു ജനനായകൻ. ഇന്ന് റിലീസ് ചെയ്യേണ്ടിയിരുന്ന ചിത്രമാണ് ഇപ്പോൾ ഇങ്ങനെ റിലീസ് അനന്തമായി നീളുന്നത്. പ്രദർശനാനുമതി നൽകിയ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. സുപ്രീം കോടതിയെ സമീപിക്കാനാണ് അണിയറ പ്രവർത്തകരുടെ തീരുമാനം. വിഷ്ണുവാണ് വിശദാംശങ്ങൾ നൽകിയത്.